ഓണത്തിനും പട്ടിണി കിടക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലായിരുന്ന KSRTC ജീവനക്കാർക്ക് കഴിഞ്ഞ ദിവസമാണ് ശമ്പളം വന്നത്. 12 ദിവസം വൈകിയെത്തിയ ഓഗസ്റ്റിലെ ശമ്പളം വന്നയുടൻ KSRTC MDയുടെ ഉത്തരവുമെത്തി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 5 ദിവസത്തിൽ കുറയാത്ത ശമ്പളം നൽകണം. ജീവനക്കാർക്ക് ഇരുട്ടടിയായെത്തിയ ഉത്തരവ് മാതൃഭൂമി ന്യൂസ് തുറന്നുകാട്ടി. അങ്ങനെ മാതൃഭൂമി ന്യൂസ് വാർത്തയും നമ്മൾ അല്പസമയം മുമ്പ് നടത്തിയ ചർച്ചയും ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു. പലപ്പോഴും 1.5 മാസം 1.25 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് അവർക്ക് പണം കയ്യിലേക്ക് വരുന്നത്, ശമ്പളം കയ്യിലേക്ക് വരുന്നത്, ചെയ്ത ജോലിയുടെ കൂലി കയ്യിലേക്ക് വരുന്നത്. ആ കൂലിയിൽ നിന്ന് വീണ്ടും ഇത്തരത്തിൽ അത് കൊടുക്കേണ്ടി വരിക അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ്. പിന്നാലെ മന്ത്രി ഗണേഷ് കുമാർ ഇടപെട്ടു. ഉത്തരവിറക്കിയതിൽ ദുരൂഹതയുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി. എന്നാൽ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷറഫ് മുഹമ്മദിനെ ചുമതലയിൽ നിന്നും മാറ്റി മുഖം രക്ഷിക്കാനാണ് നീക്കം. പകരം ചുമതല ഓപ്പറേഷൻസ് വിഭാഗം എക്സിക്യൂട്ടീവ് ഡയറക്ടർ GP പ്രദീപിനാണ്. എന്നാൽ ധനകാര്യ വിഭാഗത്തിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും ഉത്തരവിൽ ഒപ്പിട്ട MDയും സേഫ് സോണിലാണ്. അതേസമയം ജീവനക്കാർക്ക് 2750 രൂപ ഉത്സവബത്ത നൽകുന്നതിൽ തീരുമാനമായില്ല. ഇന്നും ഉത്സവബത്ത വന്നില്ലെങ്കിൽ തിരുവോണത്തിന് നിസ്സാരണ സമരം നടത്താനാണ് പ്രതിപക്ഷ സംഘടനയായ TDFന്റെ തീരുമാനം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.